Types of adsorption. Based on the nature of force existing between adsorbent and adsorbate, adsorption is classified into two. അഡ്സോർബേറ്റിൻ്റെയും അഡ്സോർബെൻറ്റിൻ്റെയും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് അഡ്സോർപ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനുമായിട്ടാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ അഡ്സോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫിസിസോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷന് നമുക്ക് ഫിസിസോർപ്ഷൻ എന്നും കൂടി പറയാൻ പറ്റും. എന്താണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ? The bond existing between adsorbent and adsorbate are physical forces, that is van der Waals force. Such adsorption is called physical adsorption or physisorption. അഡ്സോർബെൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് വീക്കായിട്ടുള്ള വാൻ ഡർ വാൾസ് ഫോഴ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള അഡ്സോർപ്ഷനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. വീക്ക് ഫോഴ്സാണ്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഫോണിൽ പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഫിസിക്കൽ അഡ്സോർപ്ഷനാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കണം. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക്. ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സ് ഇന്ന അഡ്സോർബെൻറ്റിൻ്റെ മുകളിൽ മാത്രമേ അഡ്സോർബ് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. സ്പെസിഫിക് ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും അഡ്സോർബ് ചെയ്യും. കാരണം വാൻ ഡർ വാൾസ് ഫോഴ്സാണ് ഇതിൻ്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. അത് യൂണിവേഴ്സലാണ്. എല്ലായിടത്തും ഈ വാൻ ഡർ വാൾസ് ഫോഴ്സ് പോസിബിളാണ്. അതുകൊണ്ട് ആണ് സ്പെസിഫിക് അല്ലാത്തത്. എവിടെ വേണമെങ്കിലും അഡ്സോർപ്ഷൻ നടക്കാം. എക്സാമ്പിൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. നമ്മുടെ ഫോണിൽ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പിടിച്ചോളണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് കവർ അവിടെ കുറേ ദിവസം കിടക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ തന്നെ പേപ്പർ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇത് സ്പെസിഫിക് അല്ല. Physical adsorption is not specific because van der Waals force is an universal force. ഒരു യൂണിവേഴ്സൽ ഫോഴ്സാണ് വാൻ ഡർ വാൾസ് ഫോഴ്സ്. അതുകൊണ്ട് സ്പെസിഫിക് അല്ല. സോ അഡ്സോർബൻറ്റ് മോളിക്യൂൾസ് ഡു നോട്ട് ഹാവ് എനി പ്രിഫറൻസ് ടുവാർഡ്സ് അഡ്സോർബേറ്റ്. ഇന്ന അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ തന്നെ പിടിക്കുമെന്ന് വാശിയൊന്നും ആർക്കില്ല. അഡ്സോർബേറ്റിന് ഇല്ല. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്, the process is reversible. ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും നടക്കും. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? അഡ്സോർപ്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസോർപ്ഷൻ. ഇപ്പോൾ പൊടി പിടിക്കുന്നത് ഫോർവേഡ് റിയാക്ഷനാണ്. ആ പൊടി അവിടെ പിടിച്ചത് ചിലപ്പോൾ അവിടുന്ന് പാറിപ്പോവാം, റിമൂവ് ചെയ്യപ്പെടാം. കാരണം എന്താ? അത് വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഈ ഫോണിൻ്റെയും പൊടിയുടെയും ഇടയ്ക്ക് ഉള്ളൂ. അതുകൊണ്ടാണ് ആ പ്രോസസ്സ് റിവേഴ്സിബിൾ ആകുന്നത്. സിൻസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബെൻറ്റ് ആർ വീക്ക്, സോ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഇനി നെക്സ്റ്റ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. അഡ്സോർബ് ചെയ്യാൻ വരുന്ന മോളിക്യൂളിൻ്റെ സ്വഭാവം. നമുക്കറിയാം, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പോലെ തന്നെ ഗ്യാസുകളൊക്കെ അഡ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഗ്യാസുകൾ രണ്ട് തരത്തിലുണ്ട്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസും പെർമനൻറ്റ് ഗ്യാസും. സ്ഥിരമായിട്ട് ഗ്യാസായിട്ട് നിൽക്കുന്നവ, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് വേറെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ വേപ്പറൊക്കെ അറ്റ്മോസ്ഫിയറിലുണ്ടെങ്കിൽ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, പക്ഷെ അത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസാണ്. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്സോർബ് ചെയ്യും. കാരണം ഈ വാൻ ഡർ വാൾസ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്. അപ്പം നമുക്കറിയാം ഒരു ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അവിടെ, ഒരു ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചർ. ആ ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറിന് അടുത്തായിരിക്കും ഈ വാൻ ഡർ വാൾസ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്സോർബ് ചെയ്യാനും ലിക്വിഫൈ ചെയ്യാനുള്ള ടെൻഡൻസി ഈസിലി ലിക്വിഫയബിൾ ഗ്യാസുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പം നമ്മളെന്താ പഠിച്ചേ? ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് മോർ ദാൻ പെർമനൻറ്റ് ഗ്യാസസ് ബിക്കോസ് വാൻ ഡർ വാൾസ് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ നിയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത്
അവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനടുത്ത് വാണ്ടർ വാൾസ് ഫോഴ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ്. ഇനി ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക് സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. അഡ്സോർബൻറ്റ് കൊടുക്കുന്ന അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ കൂടുക. ഇപ്പം നമ്മൾ പറഞ്ഞു കോളൊക്കെ കൊണ്ടുപോയിടും അഡ്സോർബൻ്റായിട്ട്. ആ കോള അങ്ങനെ കൊണ്ടുപോയിടുന്നതിന് പകരം പൊടിച്ചു കൊടുക്കുക, ക്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരുപാട് സർഫസ് അഡ്സോർപ്ഷന് വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ സർഫസ് ഏരിയ അഡ്സോർബൻറ്റിൻ്റെത് കൂടിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ സ്പീഡ് കൂടും. വെൻ solid substance dissociate or grind, its surface area increases, thereby the speed or rate of adsorption is also increases. Next, fifth characteristic, enthalpy of adsorption. Enthalpy നമ്മൾ പഠിച്ചു, ഇൻ അഡ്സോർപ്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. എക്സോതേർമിക് പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സോതേർമിക് പ്രോസസ്സ് അതായത് എനർജി റിലീസ് ചെയ്യുന്നത്, ഒരു അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും എന്നുള്ളതാണ് എക്സോതെർമിക്. ടെമ്പറേച്ചർ പുറത്തേക്ക് വിടും, എനർജി റിലീസ് ചെയ്യും. The amount of heat energy released when 1 mole of adsorbate adsorbed on an adsorbent is called enthalpy of adsorption. ഒരു മോള് അഡ്സോർബേറ്റിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവിനെയാണ് പറയുന്നത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഒരു മോള് അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയെ പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഫോർ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ജനറലി ലോ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വീക്കാണ്. എത്രമാത്രം അഡ്സോർബേറ്റും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആകുന്നു അത്രമാത്രം എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇത് ഓൾറെഡി വീക്കാണ് ഫോഴ്സ്, അതുകൊണ്ട് കുറച്ച് എനർജി മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ. ഇതാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ.